Welcome to semester 3 complementary electronics class, and this is class number E7 BSc complementary electronics semester 3 for BSc physics main students. And today in this class we see more problems from feedback amplifiers. Feedback problems part 2 that we see BSc physics main. അപ്പോൾ ഇവിടെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് സീരീസ് പാരലൽ തന്നിരിക്കുകയാണ്. അത് ചെയ്യാനായിട്ട് ആ പ്രോബ്ലം ചെയ്യാനായിട്ടാണ്. സീരീസ് പാരലൽ സർക്യൂട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ഇൻ ദി സീരീസ് പാരലൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അപ്പോൾ ഈ ചിത്രമാണ് നമ്മൾ നേരത്തെ ഡെറിവേഷനകത്ത് പഠിച്ചെന്ന് ഓർക്കണം. അവിടെ എ ഉണ്ട്, താഴെ ഒരു ബീറ്റ ഉണ്ട്. ബീറ്റ എന്ന് പറഞ്ഞാൽ എമ്മിന് പോലെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എം എന്നോ ബീറ്റ എന്നോ സിമ്പിൾ ഉപയോഗിക്കാം. ഈ പ്രോബ്ലത്തിൽ ബീറ്റ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ബീറ്റ വെച്ച് നമ്മൾ എഴുതേണ്ടി വരും കാര്യങ്ങൾ. In the series parallel feedback amplifier of figure below, calculate the A open loop gain of the amplifier, B gain of the feedback network, number C closed loop gain of the amplifier, number D sacrifice factor S. അങ്ങനെ ടൈം ഉണ്ട് കേട്ടോ. ഈ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന് ഒരു സാക്രിഫൈസ് ഫാക്ടർ ഉണ്ട്. എസ് അതെന്താണെന്ന് നമ്മൾ ഇനി പറയുന്നതാണ്. ഈ ഡയഗ്രവും ഈ ചിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ഇൻപുട്ട് 1 മില്ലി വോൾട്ടാണ്, ഇവിടെ 200 വോൾട്ട് ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഔട്ട്പുട്ട് 10 വോൾട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലത്തിൻ്റെ മറ്റൊരു രീതിയാണ്. ഒരു 201 200 ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് വരരുത്. അപ്പോൾ നോക്കി, ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഈസ് VO by VI. VO is 10 volt, VI is 1 milli volt. That is 10 raised to minus 3 volt. Therefore, A is equal to 10 by 1 into 10 raised to minus 3. VO by VI, which is 10 raised to 4, 10,000. Number 2, gain of the feedback network. Gain of the feedback network is A എന്നതാണ്. AN. Output by input. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് 200 വോൾട്ടാണ്. അത് 10 വോൾട്ട് 200 മില്ലി വോൾട്ടാണ്. ആ പടം നോക്കിയാൽ കാണാം. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് ഇപ്പുറത്താണ്. ഇപ്പുറത്ത് നമ്മൾ കൊടുക്കുന്നതാണ്, ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതാണ്. അത് 200ആണ്. അത് എവിടെ നിന്നാണ് എടുക്കുന്നത്? 10 വോൾട്ട് ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ VO by V വരുമ്പോൾ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് 200ആണ് ഇൻപുട്ട്, 200ആണ് ഔട്ട്പുട്ട് വോൾട്ടായിട്ട് വരുന്നത്. ഔട്ട്പുട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഇൻപുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ VO by V പറയുമ്പോൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആയതുകൊണ്ട് 200 by 10 എടുക്കണം. നേരെ മറിച്ച് ആംപ്ലിഫയറിനാണെങ്കിൽ നമ്മൾ 10 by 200 എടുക്കേണ്ടത്. ഇത് തിരിച്ചെടുക്കണം. അപ്പോൾ 200 into 10 raised to minus 3 മില്ലി വോൾട്ടാക്കി ബൈ 10, ദാറ്റ് ഈസ് 0.025. അപ്പോൾ ഇതാണ് AN. ഈ ANനെ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഗെയിനിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ, അല്ലെങ്കിൽ എം, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഗെയിനിനെ, ആംപ്ലിഫയറിൻ്റെ ഗെയിനല്ല, പ്രത്യേകം ഓർക്കണം. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഗെയിനിനെ AN അതിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ, അല്ലെങ്കിൽ നമ്മുടെ പഴയ സ്മോള, നേരത്തെയുള്ള പ്രവർത്തി സ്മോള. നമ്പർ C ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ AF ഈസ് A by 1 plus A beta. A beta is equal to VO by VI. That is 10 volt by a feedback amplifier 201 volt. That is, we get about 10 by 251, isn't it? That is about 4 volt. About 4 volt. 251 ആണ് കേട്ടോ. മറ്റേത് 250 ആണ്. 251 നിന്നാണ് ഒരു 250 കൊടുക്കുന്നത്. 200 അല്ല, 250. ഇനി സാക്രിഫൈസ് ഫാക്ടർ എന്നൊരു ടേമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സാക്രിഫൈസ് ഫാക്ടർ എസ് എന്താണ്? അത് A by AF ആണ്. A by AFനെ, അതായത് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ബൈ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്, അതിനെ വിളിക്കുന്ന പേരാണ് സാക്രിഫൈസ് ഫാക്ടർ. 10,000 by 40.
ദാറ്റ് ഈസ് 250 എന്ന് വരും 250. അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഗെയിൻ ഓഫ് എൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഹൂസ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഹീസ് 1000 ആൻഡ് ബീറ്റ ഈസ് 1/10. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ബീറ്റ 1/10 എന്ന് പറഞ്ഞാൽ എം ആണത്, അത് 0.1. അപ്പോൾ നേരത്തെ ചെയ്ത പ്രോബ്ലമാണ്, അതൊന്ന് എഴുതിയെടുത്താൽ മതി, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സെയിം പ്രോബ്ലം. ഇവിടെ എഫ് is mark, A is 1000, beta is 1/10, which is 0.1. Put the values, substitute the values, we get 9.99. 9.99 is the answer. Next problem. In a negative feedback amplifier, A is equal 100, beta is equal to 0.04, and VA is equal to 50 millivolt. VA 50 millivolt. Find the gain with the feedback. To B, A ആണ് gain with the feedback. B input voltage. C feedback factor. ഫ്രാക്ഷനിലെ ഫാക്ടറാണ്, അത് എ ബീറ്റ ആണോ എ എം ആണ്, അല്ലെങ്കിൽ എ ബീറ്റ ആണ്. നമ്പർ ഡി feedback voltage. So here given A is 100, beta is 0.04, VI is 50 millivolt. Millivolt we convert into volt, we get a 0.05 volt. Number A, gain with the feedback AF. AF is A by 1 plus A beta or 1 plus AM. That is 100 by 1 plus 100 into 0.04, 100 by 1 plus 4, 100 by 5, which is 20. Output voltage VO, AF is VO by VI, VO is AF into VI, cross multiply. 20 into 0.05, which is 1 volt. Feedback factor is A beta. Orga, beta is feedback fraction or feedback ratio, and A beta is called feedback factor or loop gain. This is called loop gain. That is 100 into 0.04, which is 4. Next problem. An amplifier having a gain of 500 without feedback has an overall negative feedback. Overall negative feedback applied, which reduces the gain to 100. Calculate the fraction of output voltage fed back if due to aging. അതൊരു ഇമ്പോർട്ടൻ്റ് വാക്കാണ്, ഏജിങ്. AGEIN, കാലപ്പഴക്കം മൂലം ഗെയിൻ കുറയുന്നവരാണ്. നമ്മളിതിന് ആദ്യം വായിക്കുമ്പോൾ, ഇത് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നല്ല ഗെയിൻ ഉണ്ടാകും, കാലപ്പഴക്കം മൂലം ഗെയിൻ കുറയാം, ആ കാര്യമാണ് പറയുന്നത്. ഇഫ് ഡ്യൂ ഏജിങ്, AGEING, ഏജിങ് ഓഫ് കമ്പോണൻസിൻ്റെ പഴക്കം മൂലം. If due to aging of components, the gain without feedback falls by 20%, calculate the percentage fall in gain with feedback. കാലപ്പഴക്കം മൂലം ഘടകങ്ങളുടെ കാലപ്പഴക്കം മൂലം ആ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് 20% കുറഞ്ഞാൽ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് AF എത്ര കുറയുമെന്ന്, അതാണ് ചോദ്യം. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്, സിംപ്ലിഫൈ ചെയ്താൽ മതി. സെക്കൻഡ് പാർട്ട്, അതൊക്കെ ഫസ്റ്റ് പാർട്ട് ആദ്യം ചെയ്യണം. AF is A by 1 plus A beta. AF is equal to 100, AF is equal to 100, A is 500, therefore 100 is equal to 500 by 1 plus 500 beta
1 plus 500 beta is equal to 5. 500 by 100. That is 500 beta is equal to 4. Beta is 4 by 500, 0.008. Second part, after aging. Aging, A-G-E-I-N-G. A-G-E-I-N-G. After aging, the gain without feedback A is equal to 80% to 500. 80% 500. ഒരു സംഖ്യയുടെ പെർസെൻറ്റേജ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളതിനെ ഇപ്പോൾ 80% ആണെങ്കിൽ 80/100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ 500 ഇൻറ്റു 80/100, ദാറ്റ് ഇസ് 80 ഇൻറ്റു 5, 400. അതായത് 500-ൻ്റെ 80% എന്ന് പറഞ്ഞാൽ 400 ആണ്. 80/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. AF is equal to A by 1 plus A beta. പുതിയ AF നമ്മൾ കാണുകയാണ്. AF is equal to 400 by പുതിയ A കൊടുക്കണം കേട്ടോ. AF is 400 by 1 plus 400 into 0.005. That is 400 by 1 plus 3.2. 400 by 4.2. That is 95.3. Therefore decrease in AF. AF-ലെ കുറവ് ആദ്യം ഉണ്ടായിരുന്നത് 100 ആണ്, ഇപ്പോഴത് 95.3 ആണ്. ഡിക്രീസ് ഇൻ AF ഈസ് ഇക്വൽ ഡെൽറ്റ എഫ് എന്ന് വേണ്ടത്. ഡെൽറ്റ എഫ് ഈസ് ഇക്വൽ 100 മൈനസ് 95.3 ഈസ് ഇക്വൽ 4.7. ആ ഡിക്രീസ് ഇൻ AF നമുക്ക് ഒരു സിമ്പിളായിട്ട് ഡെൽറ്റ, ഒരു ത്രികോണം എഴുതിയിട്ട് AF എഴുതിയാൽ മതി. ഡെൽറ്റ AF. നെക്സ്റ്റ് പ്രോബ്ലം അല്ല, അതിൻ്റെ അടുത്ത പാർട്ട്. ആ പെർസെൻറ്റേജ് ഡിക്രീസ്, ആ ഡിക്രീസ് നമ്മൾ പെർസെൻറ്റേജ് ആക്കണം. പെർസെൻറ്റേജ് ആക്കാനായിട്ട് പെർസെൻറ്റേജ് ഡിക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ ആണെന്ന പോലെ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ AF, ദാറ്റ് ഈസ് ഡെൽറ്റ AF ബൈ AF ഇൻറ്റു 100. അങ്ങനെ കാണേണ്ടത് ഡെൽറ്റ AF ബൈ AF ഇൻറ്റു 100. ഡെൽറ്റ AF 4.7, പിന്നെ AF 100 ആണ്, ഇൻറ്റു 100 വിട്ടിപ്പോട്ട് 4.7%. 4.7%. അടുത്ത പ്രോബ്ലം. A feedback amplifier has overall gain of 100. Its open loop gain is 400. Calculate the fraction of output feedback if due to aging of the components the open loop gain falls by 10%. Calculate the percentage of fall in closed loop gain. അപ്പോൾ AF-ൽ എത്ര കുറവ്? നമ്മൾ ഇപ്പോൾ ചെയ്ത കണക്കിൻ്റെ അതേ ടൈപ്പ് റിപ്പീറ്റേഷൻ ഹോംവർക്കായിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് ഞാൻ വായിക്കണമെന്ന് പോലുമില്ല, എനിക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. എങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. AF is 100, A is 400. AF is A by 1 plus A beta, that is 100 is equal to 400 by 1 plus 400 beta, cross multiply. 1 plus 400 beta is equal to 4, 400 beta is equal to 3, beta is 3 by 400, 0.75 into 10 raised to minus 2.0075. After aging, കാലപ്പഴക്കം സംഭവിക്കുമ്പോൾ A is 90% of A, that is 90 by 100 into 400, that is 360. AF is A by 1 plus A beta, that is 360 by 1 plus 360 into 0.0075. 360 by 1 plus 2.7, that is 360 by 3.7, that is 97.3. 97.3. Delta F is 100 minus 97.3, that is 2.7. Therefore, percentage decrease, delta AF by AF into 100, that is for 2.7 by 100 into 100, that is 2.7%. Next problem. An amplifier has an open loop gain of 400 and feedback
of 0.1 if open loop gain changes by 20%. 20% ഡ്യൂ ടു ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ മാറിയാലും ഗെയിൻ കുറയും കേട്ടോ. ഈ കാലപ്പഴക്കം പോലെയാണ് ടെമ്പറേച്ചർ കൂടിയാലും ഈ ഗെയിനിന് താഴ്ചയുണ്ടാകും, ഗെയിൻ കുറയും. ഫൈൻഡ് ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി ക്ലോസ് ലൂപ്പ് ഗെയിൻ. അപ്പോൾ കാലപ്പഴക്കം മൂലം എയും കുറയും AFും കുറയും. നമ്മൾ കാലപ്പഴക്കം മൂലം AF കുറയുന്നതാണ് ചെയ്തത്. ഇനി ടെമ്പറേച്ചർ മൂലം AF കുറയുക അല്ലെങ്കിൽ A കുറയുന്നതിൻ്റെ കണക്കാണ്. A is 400, ഓപ്പൺ ലൂപ്പ് ഗെയിൻ AF is equal to β1 ആണ്. β1 ബീറ്റ സെയിം ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ AF is equal to A by 1 plus A beta. AF is 400 by 1 plus 400 into 0.1, 400 into by 40 plus 1, 400 by 41, 9.75. എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ മാറ്റം. ന്യൂ A, പുതിയ A കാണണം. 80% ഓഫ് ഓൾഡ് A, 400, ദാറ്റ് ഈസ് ഈക്വൽ ടു 320. 80 by 100 into 400, 432, 320. എഫക്റ്റീവ് ടെമ്പറേച്ചർ ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ 320 വരെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി ന്യൂ AF ഈസ് A by 1 plus A beta. 320 by 1 plus 320 into 0.1, 320 by 1 plus 32, 320 by 33, 9.697. 9.697. എല്ലാ സ്റ്റെപ്പും നോക്കി എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ AF. ഡെൽറ്റ AF എന്താണ്? 9.756 minus 9.697. That is 0.059. Therefore, percentage change in AF due to temperature rise. That is delta F by AF into 100, 0.059 by 9.756 into 100, which is 0.6%. 0.6%. Next problem. An amplifier of 60 dB. ഇത് ഡെസിബിൾ ടൈപ്പ് പ്രോബ്ലം. ഡെസിബിളാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡെസിബിൾ പഠിച്ചതാണല്ലോ. In an amplifier of 60 dB gain, the feedback negative. Feedback of beta equal to 0.00. ഫീഡ്ബാക്ക് എത്രയാണ്? 0.0. അത്ര ക്ലാരിറ്റി കുറവുണ്ട്. നോക്കാം, നമുക്ക് താഴെ നോക്കാം. ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉണ്ട്. 0.005. 0.005 is applied. What would be the change in overall gain? Overall gain of the feedback amplifier. Overall gain of the feedback amplifier. If the internal amplifier is subjected to a gain reduction of 12%. അപ്പോൾ ഒരു ഗെയിൻ റിഡക്ഷൻ 12% ഉണ്ടാകുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ ചോദ്യം? An amplifier of 60 dB gain, the feedback negative of beta is 0.005 is applied. What would be the change in the overall gain? അപ്പോൾ ഫീഡ്ബാക്ക് ഗെയിനിന് എന്ത് മാറ്റം ഉണ്ടാകുമെന്ന്. ഇൻറ്റേർണൽ ഗെയിൻ 12% റിഡക്ഷൻ ഉണ്ടായാൽ. ഇവിടെ GVയുടെ മോഡലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അബ്സല്യൂട്ട് ഗെയിനിലേക്ക് മാറണം. ഗിവൺ GV is equal to 60 dB. അപ്പോൾ അതിൽ നിന്ന് AV കണ്ടുപിടിക്കണം. AV കണ്ടുപിടിക്കാൻ നമ്മുടെ ഡെസിബൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. GV is 20 log AV. വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ GV പറയുമ്പോൾ 20 ലോഗിൽ പറയണം. പവർ ആണെങ്കിൽ 10 ലോഗിൽ പറയാം. അങ്ങനെയാണ് പഠിക്കുന്നത്. GV is 20 log AV, that is in dB.
Here GV is given 60. 60 is 20 log AV. 60 log AV കാണണം. Log AV is 60 by 23. 3. അപ്പോൾ log AV 3 ആണ്. അപ്പോൾ AV കാണാം. അതിൻ്റെ ആൻറ്റി ലോഗ് എടുക്കണം. ടേക്ക് ആൻറ്റി ലോഗ് എടുക്കാം. 3യുടെ ആൻറ്റി ലോഗ് 1000 ആണ്. 1000. So AV, which is called A. AV is A. In our equation it is A. A is 1000. 10 cubed ആണ്. ഈ ലോഗരം 3 വരുമ്പോഴേ ആദ്യ ലോഗരം 1000 വരും. കാൽക്കുലേറ്ററിൽ ലോഗ് നോക്കിയാൽ മതി. അതൊക്കെ ഇൻവേഴ്സ് ലോഗ്. അതാണ് ആൻറ്റി ലോഗ് എന്ന് പറയുന്നത്. A is 1000. കറസ്പോണ്ടിങ് AF. ഇതിന് തുല്യമായ AF. A by 1 plus A beta. 1000 by 1 plus 1000 into 0.005. 1000 by 1 plus 5. 1000 by 6. That is equal to 166.7. Gain reduction in A 12%. അപ്പോൾ ന്യൂ എ ആദ്യമുള്ള എഴുതി ന്യൂ എ കാണണം. ന്യൂ എ അപ്പോൾ 12% പറഞ്ഞാൽ ബാക്കി 88% ഉണ്ട്. അപ്പോൾ 88% കാണണം. 88 by 100 into 1000 which is 880. ഇവിടെ 87ലേക്ക് വരുന്നു എന്ന് പറയുകയില്ല. ഗെയിൻ റെഡ്യൂസ് ചെയ്ത് 82% ആകുമെന്ന് പറയുകയില്ല. മറിച്ച് 12% കുറവുണ്ടെന്ന് പറയാം. അപ്പോൾ 100ൽ നിന്ന് 12 പോയാൽ 88. അപ്പോൾ പുതിയ ഗെയിൻ 88% of 1000 ആണ്. 88% of 1000 is 800 because 1000 into 880 by 100. That is 880. Therefore, new A beta, A by 1 plus A beta, that is 880 by 1 plus A. 1000 into 0.005. That is given here 162.96. Change in F, delta F, that is 166.7 minus 162.86. That is 3.74. Therefore, percentage change in AF, delta F by AF into 100. That is equal to, that is step repeated, that is 3.74 by 166.7 into 100. That is 2.24%. That is all. That is all with our 7th class. We continue. Same chapter, the feedback amplifier, we continue in the next class. There are some topologies, some forms, some varieties, some types of feedback amplifiers that we see in the next class. Thank you very much.